ഞാൻ വി സ്വാമിനാഥൻ, 1-ാം വാർഡിൽ, ചിറ്റൂർ തത്തമംഗലം നഗരസഭ 1-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഭരിക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അവരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഭരണമാണ് നടത്തിയത്. അത് ആരോഗ്യ രംഗത്തായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തായാലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, മറ്റേ യുവാക്കൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്, സ്പോർട്സുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, ജിംനേഷ്യം, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി തുടങ്ങിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ നഗരസഭയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഒരു തുടർച്ചയുണ്ടാകുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുൻപാകെ വയ്ക്കുന്ന വിഷയം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു തലതിരിഞ്ഞ മാസ്റ്റർ പ്ലാൻ UDFൻ്റെ ഭരണകാലത്ത് ഇവിടെ നടപ്പിലാക്കി. 24 മീറ്റർ വീതിയുള്ള റോഡ് തുടങ്ങിയ നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളുമാണ് ആ മാസ്റ്റർ പ്ലാനിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ തിരുത്തി ജനങ്ങളെ ആകെ കേട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം വിലയിരുത്തി അവരുടെ അഭിപ്രായങ്ങൾ അന്വേഷിച്ച് അവർക്ക് കൂടി സ്വീകാര്യമായ രീതിയിൽ പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമൂലം നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാകുന്നത് ഒഴിവാക്കി ആളുകൾക്ക് വീട് വയ്ക്കാൻ, സാധാരണക്കാർക്ക് പെർമിറ്റ് കിട്ടാതിരുന്ന നില ഒഴിവാക്കി ഇപ്പോൾ എല്ലാവർക്കും ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ദുരിതങ്ങളിൽ നിന്നും മോചനം ഉണ്ടാക്കി കൊടുത്ത് ജനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി ഈ മുന്നണി ഭരണത്തിന് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ 986 വീടുകൾ ഈ നഗരസഭയ്ക്കകത്ത് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ ഇടതുപക്ഷ മുന്നണിയുടെ മുനിസിപ്പൽ ഭരണം ഇവിടെ നടക്കുന്ന കാലയളവിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഏകദേശം 300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നഗരസഭയ്ക്കകത്ത് ഈ 5 വർഷത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കരുത്തിൻ്റെ മുകളിലാണ് ഈ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും ഇടതുപക്ഷ മുന്നണി കാണുന്നത്. നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനത്തിന് വേണ്ടി ആണ് ഇടതുമുന്നണി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഏതൊരു വ്യക്തിയെയും വ്യക്തി താല്പര്യത്തെയും ഉയർത്തിപ്പിടിച്ചല്ല, മറിച്ച് നാട്ടിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഭരണസമിതിയും നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഓരോ വിഷയത്തിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. അത് റോഡിൻ്റെ കാര്യത്തിലായാലും വീടിൻ്റെ കാര്യത്തിലായാലും മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ കാര്യത്തിലായാലും ആരോഗ്യപരമായ കാര്യങ്ങളായാലും എല്ലാം നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഇടതുപക്ഷ മുന്നണി ഇവിടെ ഭരണത്തിൽ വരിക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ മുന്നണി സംവിധാനം ഉദ്ദേശിക്കുന്നത് ഒരു വാർഡിനെ ഒരു യൂണിറ്റായി കണ്ട് അവിടെയുള്ള പ്രത്യേക കാര്യങ്ങളെല്ലാം ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായം അന്വേഷിക്കുകയും അതിലെന്ത് പരിഹാരം കാണണം എന്ന് ജനങ്ങളുടെ അടുത്ത് തന്നെ അഭിപ്രായങ്ങൾ ആരായുകയും അവരോട് തന്നെ അത് നിർദ്ദേശിക്കാൻ പറയുകയും അത് നടപ്പിലാക്കാൻ എന്താണ് വഴി എന്ന് ഭരണാധികാരികൾ ആലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരിക്കും മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അത് എല്ലാ മേഖലയിലും വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെയും കൂടി അഭിപ്രായം ഇക്കാര്യത്തിലെല്ലാം ചോദിക്കും. ജനങ്ങളാണ് വലുത് എന്ന നിലയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും കാണുന്നത്. ജനങ്ങളില്ലാതെ ജനാധിപത്യം ഇല്ല
മറ്റൊന്നുമില്ല. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്താണ് മാർഗം എന്ന് ആരായി. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലൂടെ ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നുണ്ട്. ഓരോ വാർഡിലെയും പ്രത്യേക പ്രശ്നങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിൽ ഓരോ പ്രദേശത്തെ റോഡ് ഉൾപ്പെടെ, ഇടവഴികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാന പ്രശ്നം ഒരു വാർഡിലുണ്ടെങ്കിൽ ആ വാർഡിലെ ആ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ഉള്ള മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. അത് ഈ 1-ാം വാർഡിലാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളാണുള്ളത്. ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ആവശ്യത്തിന് ആളുകളെ വിളിച്ചാൽ അവരുടെ ജനപ്രതിനിധിയെ കിട്ടുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. അത് നിർബന്ധമായും തീർച്ചയായും അതുണ്ടാകും. ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗമായും മറ്റ് നിരവധി സംഘടനകളുടെ ഭാരവാഹിയായും ഒക്കെ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അക്കാര്യത്തിൽ എല്ലാം നല്ല പ്രതികരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. 1-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ചുറ്റിക അരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം. നമ്മുടെ വോട്ടിംഗ് മെഷീനിൽ 3-ാമതായിട്ടാണ് ചിഹ്നം വരുന്നത്. ആ 3-ാമതായി വരുന്ന സ്ഥാനത്ത് ചുറ്റിക അരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.